റഹ്മാൻ എന്ന പേര് ഒരാൾക്ക് ഇട്ടിട്ടുണ്ടോ അബ്ദു ചേർത്തിട്ടല്ലാതെ ഇടാൻ പാടില്ല. അഥവാ അബ്ദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമ എന്നേ പേരിടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അയാളെ അബ്ദുർ റഹ്മാൻ എന്നെ വിളിക്കാനും പാടുള്ളൂ. റഹ്മാനെ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം റഹ്മാൻ എന്ന പേര് ഒരർത്ഥത്തിലും അള്ളാഹു അല്ലാത്തവർക്ക് യോജിക്കുകയില്ല. റഹ്മാൻ എന്ന പേര് ഒരർത്ഥത്തിലും അള്ളാഹു അല്ലാത്തവർക്ക് യോജിക്കുകയില്ല. الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട സക്കരിയ സലാഹി റഹിമഹുല്ലാഹ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മോട് വിട പറഞ്ഞു. ഏതൊരു സമൂഹത്തിലും അവരിലെ ഇൽമും ഖൈറുമുള്ള ആളുകൾ, വിജ്ഞാനവും നന്മയുമുള്ള ആളുകൾ മരണപ്പെടുക എന്നത് അവരെ ബാധിക്കുന്ന ഒരു മുസീബത്താണ്, നഷ്ടമാണ്. നാം ഈ സമയത്ത് ഏറെ പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പരീക്ഷണമാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് തഖ്വയോടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ഖൈറുകൾ നിലനിർത്തിയും തിന്മകളെ സൂക്ഷിച്ചും നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസീബത്തിൽ നമുക്ക് പ്രതിഫലം നൽകുകയും നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر لنا واغفر له يا رب العالمين وارحمنا وإياه يا أرحم الراحمين واجمعنا وإياه مع نبيك محمد صلى الله عليه وسلم في الفردوس يا أرحم الراحمين. ثم أما بعد. സഹോദരങ്ങളെ, സൂറത്തു റഹ്മാന്റെ തഫ്സീറാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. സൂറത്തു റഹ്മാൻ മക്കിയത്തായ സൂറത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഹിജ്റക്ക് മുൻപ് മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണിത്. ഈ സൂറത്ത് അതീവ ഭംഗിയുള്ള, കേൾക്കാൻ ഏറെ മധുരമുള്ള അള്ളാഹുവിന്റെ കലാമിലൊന്നാണ്. റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് അതിൽ ആവർത്തിച്ച് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന വചനം വന്നിരിക്കുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബിഅയ്യി ആലാഇ, ഏത് അനുഗ്രഹത്തെയാണ്, റബ്ബികുമ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ്, തുകദ്ദിബാൻ, നിങ്ങൾ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നത്. രണ്ടു കൂട്ടരെന്നാൽ ഉദ്ദേശം മനുഷ്യവർഗവും ജിന്നുവർഗവും. മുഖല്ലഫുകളായ രണ്ട് വിഭാഗം, മുഖല്ലഫുകളായ രണ്ട് വിഭാഗം, അഥവാ അല്ലാഹുവിന്റെ ദീൻ ബാധകമായ, വിധിവിലക്കുകൾ ബാധകമായ രണ്ട് വിഭാഗങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. മലക്കുകളെ പോലെയല്ല ഈ രണ്ട് വിഭാഗങ്ങൾ. മലക്കുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയില്ല ഒരിക്കലും. അള്ളാഹു കൽപ്പിച്ചതെന്തോ അതനുസരിക്കും. എന്നാൽ ജിന്നിലും മനുഷ്യരിലും മുഅ്മിനുകളുണ്ട്, കാഫിറുകളുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. രണ്ടു കൂട്ടരിലും നല്ലവരുണ്ട്, പിഴച്ചവരുണ്ട്. ജിന്നുകൾ പറഞ്ഞതായി സൂറത്തു അൽ ജിന്നിൽ അള്ളാഹു സൂചിപ്പിച്ചതുപോലെ കുന്ന ഖറാഇഖ ഖിദദ, ഞങ്ങൾ ഒരുപാട് വിഭാഗങ്ങളാണ്, പല വിഭാഗങ്ങൾ അവരിലുണ്ട്. അവർക്ക് മനുഷ്യരെ പോലെ തന്നെ സ്വർഗവും നരകവും ഉണ്ട്. സ്വർഗവും നരകവും അവർക്കുണ്ട്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അവർക്ക് ബാധകമാണ്. അള്ളാഹുവിന്റെ റസൂലുകളെ അള്ളാഹു അവരിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ജിന്നുകളിലേക്ക്
അവരിൽ നിന്ന് മാത്രമായി ഒരു റസൂലിനെ നിയമിച്ചിട്ടില്ല, മറിച്ച് മനുഷ്യരിലേക്ക് വന്ന റസൂലുകൾ അവരിലേക്കുമുള്ള റസൂലുകളായിരുന്നു എന്നതാണ് പണ്ഡിതന്മാർ കൂടുതൽ ശരിയായ അഭിപ്രായമായി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സൂറത്തിനെ കുറിച്ച് ഇതിന്റെ മുഖവുരയിൽ തന്നെ, ഇതിന്റെ തഫ്സീറിന്റെ മുഖവുരയിൽ തന്നെ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇമാം മുസ്ലിമിന്റെ ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് എടുത്തു കൊടുത്തിരിക്കുന്നു. മുസ്ലിം അല്ല, ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസ് ഇമാം ഇബ്നു കസീർ ഈ സൂറത്തിന്റെ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ തുടക്കത്തിൽ തന്നെ എടുത്തു കൊടുത്തിരിക്കുന്നു. عن جابر بن عبد الله رضي الله تعالى عنه قال جابر بن عبد الله الأنصاري رضي الله عنه പറയുന്നു خرج رسول الله صلى الله عليه وسلم على أصحابه അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന്റെ അരികിലേക്ക് ഒരു ദിവസം കടന്നു വന്നു. فقرأ عليهم سورة الرحمن فقرأ عليهم سورة الرحمن എന്നിട്ട് സൂറത്തു റഹ്മാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഓതിക്കൊടുത്തു. മിൻ അവ്വലിഹാ ഇലാ ആഖിരിഹാ, അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ. ഫസകതു, അപ്പോൾ അവർ ഒന്നും മിണ്ടിയില്ല, സഹാബത്ത് അത് മിണ്ടാതെ കേട്ടിരുന്നു. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലഖദ് ഖറഅതുഹാ അലൽ ജിന്നി ലൈലത്തൽ ജിന്നി فكانوا أحسن مردودا منكم فقد قرأتها لقد قرأتها ഞാൻ ഈ സൂറത്ത് ഓതി കേൾപ്പിച്ചിട്ടുണ്ട് അലൽ ജിന്നി, ജിന്നുകൾക്ക് ഞാൻ ഇത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ലൈലത്തൽ ജിന്നി, ജിന്നുകളുടെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുടെ അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പോവുകയും എന്നിട്ട് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പോയി. ആ രാത്രി സഹാബത്ത് പേടിച്ചു പോയ ഒരു രാത്രിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെട്ടെന്ന് കാണാനില്ല. അവരാകെ അന്വേഷിച്ച് അവർ ഭയന്നുപോയി. സഹാബത്ത് പറഞ്ഞു, അതുപോലെ ഒരു രാത്രി ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ഞങ്ങൾ പ്രയാസം അനുഭവിച്ച ഒരു രാത്രി വേറെ ഉണ്ടായിട്ടില്ല. അത് നബിയെ കാണാൻ എന്തു പറ്റി, ശത്രുക്കൾ വല്ലതും ചെയ്തോ എന്നവർ ആകെ ഭയന്നുപോയി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരികയും എന്നിട്ട് ഇത് പറയുകയും ചെയ്തു, ഞാൻ അവരുടെ അരികിലേക്ക് പോയതാണ്, ഞാൻ നിങ്ങൾക്ക് അവർ താമസിച്ച സ്ഥലങ്ങളുടെ ചില അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതിക്കൊടുത്തു. ഖുർആനിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. സൂറത്തുൽ ജിന്നിലുമുണ്ട്, സൂറത്തുൽ അഹ്ഖാഫിലുമുണ്ട്. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ എന്ന് തുടങ്ങി സൂറത്തുൽ ജിന്നിലെ ആയത്തുകൾ ഇതിനെക്കുറിച്ചാണ്. ഖുൽ പറയുക, ഊഹിയ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു, അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി, ഒരു ജിന്നിൽപ്പെട്ട ഒരു സംഘം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നവർ പറഞ്ഞു. അതുപോലെ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു പറഞ്ഞു, വസറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊന അൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതു വലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ വസറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗത്തെ നാം താങ്കളുടെ അടുത്തേക്ക് തിരിച്ചുവിട്ട സന്ദർഭം. യസ്തമിഊന അൽ ഖുർആൻ, അവരെന്തിനാണ് വന്നത്? ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കാൻ. എന്നിട്ട് അവർ അവരുടെ ഖൗമിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. അത് തീർന്നപ്പോൾ തിരിച്ചുപോയി. എന്നിട്ട് അവർ അവരുടെ ജനങ്ങളോട് പറഞ്ഞു, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ, ഞങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം കേട്ടിരിക്കുന്നു. അത് പറയാനുള്ള കാരണം തൗറാത്തുമായിട്ടാണ് ഖുർആനിൽ കൂടുതൽ സാദൃശ്യം. അതിനിടയിൽ ഇഞ്ചീലുണ്ട്. പക്ഷെ ഇഞ്ചീൽ പൊതുവെ തൗറാത്തിൽ അതേ നിയമങ്ങൾ തന്നെയാണ് ഇഞ്ചീലിലുള്ളത്.
ചിലത് അവർക്ക് നേരത്തെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഇഞ്ചീലിലൂടെ അള്ളാഹു അവർക്ക് അനുവദിച്ചു കൊടുത്തു എന്ന് മാത്രം. ചില വ്യത്യാസങ്ങൾ, ചില ഇളവുകൾ അള്ളാഹു അവർക്ക് നൽകി. നേരത്തെ ബനൂ ഇസ്രായേലരുടെ ചില തോന്നിവാസങ്ങൾ കാരണത്താൽ അള്ളാഹു അവർക്ക് പലതും പാടില്ല എന്ന നിയമം വെച്ചിരുന്നു. എന്നാൽ പിന്നീട് അള്ളാഹു അവർക്ക് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിഞ്ഞു. അള്ളാഹു അവർക്ക് ചില നിയമങ്ങൾ അതിൽ ഇളവ് കൊടുത്തു. അതുകൊണ്ട് തൗറാത്തുമായി ഏറെ സാദൃശ്യം ഖുർആനിനുണ്ട്. അതുകൊണ്ടാണ് തൗറാത്തിനെയും ഇൻജീലിനെയും തൗറാത്തിനെയും ഖുർആനിനെയും ചേർത്ത് പറഞ്ഞ പല സന്ദർഭങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം, ഹദീസിലും നമുക്ക് കാണാം. ഖുർആനിലും കാണാം, ഹദീസിലും കാണാം. ഖദീജ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വഹീ കിട്ടി പേടിച്ച് ഖദീജയുടെ അടുത്ത് വരികയും ഖദീജ തന്റെ ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫൽ പഴയ കിതാബുകളൊക്കെ പഠിച്ച് വയസ്സായി കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് നബിയെ കൂട്ടിച്ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ വറഖത്ത് പറഞ്ഞത് എന്താണ്? ഹാദൻ നാമൂസു അല്ലദീ ജാഅ ഇലാ മൂസ, മൂസ നബിയുടെ അടുത്ത് വന്ന നാമൂസ് ആണത്, രഹസ്യമായി വിവരവും കൊണ്ട് വരുന്ന ആൾ എന്നാണ് നാമൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നബിമാരുടെ അരികിലേക്ക് വഹ്യുമായി വന്ന ജിബ്രീലാണത് എന്നാണ് വറഖത്ത് ഇബ്നു നൗഫൽ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞത് ആരുടെ അടുത്ത് വരും എന്നാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വരും എന്ന് പറഞ്ഞു. അതൊക്കെ ഇതാണ് കാരണം. അതുപോലെ ഖുർആനിൽ വേറെയും കാണാം, ഖുർആനിൽ മറ്റു പരാമർശങ്ങൾ കാണാം. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു കിതാബ് കൊണ്ടുപോവാ, ഹുവ അഹ്ദാ മിൻഹുമാ, ഈ രണ്ട് കിതാബിനേക്കാൾ സന്മാർഗം കാണിച്ചു തരുന്ന ഒരു കിതാബ്. ഏതാ രണ്ട് കിതാബ്? തൗറാത്തും ഖുർആനും. അത്തബിഉഹു, ഞാനത് പിൻപറ്റാം. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അത് കൊണ്ടുവരൂ. ഇനി അവർക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നബിയെ അറിയുക, ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, പിന്നെ അവർ പിൻപറ്റുന്നത് അവരുടെ തോന്നിവാസത്തെയാണ്, അവരുടെ ദേഹേച്ഛയാണ്. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഹുദയുമില്ലാതെ ഒരു വെളിച്ചവുമില്ലാതെ സ്വന്തം ഹവയെ പിൻപറ്റിയവനേക്കാൾ പിഴച്ചവൻ ആരുണ്ട്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഇസ്ലാമിനെ, ദീനിന്റെ നിയമങ്ങളെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആരോടുമുള്ള നമ്മുടെ ചോദ്യം ഇതാണ്. ശരി, എങ്കിൽ ഇതിനേക്കാൾ ഒരു സന്മാർഗം നിങ്ങളൊന്ന് കൊണ്ടുവന്നു തരൂ. ഇതിനേക്കാൾ ശരിയായ ദീൻ പഠിപ്പിക്കുന്ന, ഇതിനേക്കാൾ ശരിയായ, നിങ്ങൾ പറയും ഇതിൽ ഹറാമും ഹലാലൊന്നും ശരിയല്ല എന്നല്ലേ, എന്നാൽ നിങ്ങളൊന്ന് കൊണ്ടുപോവാ. ഏതാണ് ഹലാൽ, ഏതാണ് ഹറാം എന്നൊക്കെ വ്യക്തമായി വിവരിക്കുന്ന, എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ തള്ളേണ്ടത്, നിഷേധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അനുവദനീയം, എന്താണ് ഞങ്ങൾക്ക് നിർബന്ധം, ഇതൊക്കെ വിവരിക്കുന്ന ഒന്ന് കൊണ്ടുപോവാ. ഒരിക്കലും സാധിക്കുകയില്ല. എങ്കിൽ അറിഞ്ഞുകൊണ്ട് അവർ പിൻപറ്റുന്നത് പിന്നെ എന്തിനാണ്? സ്വന്തം ദേഹത്തെ ഹവയ, അത് പിൻപറ്റിയവനേക്കാൾ, അള്ളാഹുവിന്റെ ഹുദയില്ലാതെ അത് പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ആ ആയത്തിൽ അള്ളാഹു ഈ രണ്ട് ഗ്രന്ഥങ്ങളെയാണ്, കിതാബുകളെയാണ് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്. തൗറാത്തും അതുപോലെ ഖുർആനും. അതല്ലാത്ത കിതാബുകളും അള്ളാഹുവിനുണ്ട്. എല്ലാ കിതാബുകളും അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ കിതാബുകളും അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സംസാരമാണ്. എന്നാൽ അത് മാത്രമാണോ അള്ളാഹുവിന്റെ കലാം? അല്ല. അള്ളാഹുവിന്റെ കലാമിൽ ചിലത് മാത്രമാണ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ. അള്ളാഹുവിന്റെ കലാം അത് ഒരിക്കലും തീരുകയില്ല. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ. ഈ കടലുകളിലെ മഷി മുഴുവൻ അള്ളാഹുവിന്റെ കലാം, അവന്റെ സംസാരം എഴുതാൻ മഷിയാക്കിയിരുന്നുവെങ്കിൽ ലനഫിദൽ ബഹ്റു, കടൽ തീർന്നു പോകും, വറ്റിപ്പോകും. ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ വാക്കുകൾ അവസാനിക്കുന്നതിനു മുൻപ്. വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ, അതുപോലെ നാം വേറെയും കൊണ്ടുവന്നാൽ. സൂറത്തുൽ ലുഖ്മാനിൽ 7 കടലുകൾ എന്ന് പറഞ്ഞു. സബഅതു അബ്ഹുരി മാ നഫിദത് കലിമാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകൾ അവസാനിക്കാൻ. ഭൂമിയിലെ മരങ്ങളെല്ലാം പേനകളാക്കിയാലും കടലെല്ലാം 7 കടലും മഷിയാക്കിയാലും അള്ളാഹുവിന്റെ കലാം അവസാനിക്കുകയില്ല. എന്താണ് കാരണം?
ആ കലാം ആരുടെ കലാമാണ്? അത് സംസാരിച്ചവൻ ആരാണ്? അള്ളാഹു. അള്ളാഹുവിന് തുടക്കമില്ല, അവന് ഒടുക്കവുമില്ല. അവൻ മുൻപേ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം സംസാരിക്കുന്നവനാണ്. അതുകൊണ്ട് സംസാരിക്കുന്നവന് തുടക്കവും ഒടുക്കവും ഇല്ലാത്തത് കൊണ്ട് അവന്റെ സംസാരത്തിനും എന്തില്ല, അത് എഴുതി തീരുകയില്ല, അതിനും അവസാനമില്ല. അതാണ് അതിന്റെ അർത്ഥം. കാരണം അതിന്റെ മുതക്കല്ലിം, ആ കലാമിന്റെ മുതക്കല്ലിം അള്ളാഹുവാണ്. അള്ളാഹുവിന് തുടക്കമില്ല, അവൻ ഒടുക്കവുമില്ല. അവൻ മുൻപേ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവൻ സംസാരിച്ചിട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന കാലത്തെല്ലാം അവൻ സംസാരിക്കും. അവൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ മുഅ്മിനുകളോട് അള്ളാഹു സംസാരിക്കും. അവന്റെ കലാമിൽ ചിലത് മാത്രമാണ് എന്ത്? ഖുർആൻ, തൗറാത്ത്, ഇൻജീൽ. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അതൊരു മുസ്ഹഫിൽ നാം ക്രോഡീകരിച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കലാമ് മുഴുവൻ നമുക്ക് ഒരിക്കലും കഴിയില്ല, ഈ മുസ്ഹഫിൽ ക്രോഡീകരിക്കാൻ കഴിയില്ല. മുസ്ഹഫിൽ മാത്രമല്ല, ഈ രണ്ടായത്തുകൾ സൂറത്തുൽ ലുഖ്മാനിലെയും സൂറത്തുൽ കഹ്ഫിലെയും ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മുഴുവൻ കടലും മുഴുവൻ മരങ്ങളും ഉപയോഗിച്ചാൽ അള്ളാഹുവിന്റെ കലിമാത്ത് തീരുകയില്ല. കാരണം കടലും മരവും എല്ലാം മഹ്സൂറാണ്. മഹ്സൂർ എന്നാൽ അതിനൊരെണ്ണമുണ്ട്. അത് ഒരുപാടുണ്ടെങ്കിലും ശരി, അതിനെണ്ണമുണ്ട്. കടലിലെ വെള്ളം അത് ഒരു തോതിൽ എടുത്തു എന്ന് കരുതുക, എടുത്തുകൊണ്ടേയിരുന്നു എന്ന് കരുതുക, എങ്കിൽ അതിന് തീരുന്ന ഒരു കാലമുണ്ട്. അത് മഹ്സൂറാണ്. അള്ളാഹുവിന്റെ പടപ്പാണത്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിനൊരു കണക്കുണ്ട്. അള്ളാഹുവിൽ അതിന്റെ കണക്കുണ്ട്, അത് തീരും. എന്നാൽ അള്ളാഹുവിന്റെ കലാമോ അതിനവസാനമില്ല. കാരണം അള്ളാഹുവിന്റെ കലാം അവന്റെ സൃഷ്ടിയല്ല, മറിച്ച് അവന്റെ സംസാരമാണ്. സംസാരിച്ചവൻ ഒടുക്കവും തുടക്കവും ഇല്ലാത്തതുകൊണ്ട് അവന്റെ കലാമിനും തുടക്കമില്ല, ഒടുക്കമില്ല. അവൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അവൻ സംസാരിക്കും. ഇതാണ് റബ്ബിന്റെ കലാം, അള്ളാഹുവിന്റെ കലാം. അള്ളാഹുവിന്റെ കിതാബുകളെല്ലാം അവന്റെ കലാം. തൗറാത്തും ഇൻജീലും ഖുർആനും എല്ലാം അള്ളാഹുവിന്റെ കലാമാണ്. ഈ കലാമിൽപ്പെട്ട ഖുർആനും തൗറാത്തും അത് രണ്ടും പ്രത്യേകമായി പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് പറയപ്പെട്ടത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ ചെന്ന രാത്രിയിൽ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ സൂറത്ത് ഓതി കൊടുത്തു. ആരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. സഹാബത്തിന് നബി സൂറത്തുർ റഹ്മാൻ മുഴുവനായി ഓതി കൊടുത്തു. അവർക്ക് മിണ്ടാതെ അത് കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിത് ജിന്നുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ചെന്ന രാത്രിയിൽ അവർക്കിത് മുഴുവൻ ഓതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ കേട്ടപ്പോൾ നിങ്ങളെക്കാൾ നന്നായി അവരിതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതികരിച്ചതിനേക്കാൾ നന്നായി അവർ ഖുർആനോട് പ്രതികരിച്ചു. قلت كلما أتيت على قوله فبأي آلاء ربكما تكذبان قالوا لا بشيء من نعمك ربنا نكذب فلك الحمد. ഞാൻ അവരോട് സൂറത്തുർ റഹ്മാൻ ഓതി കൊടുക്കുമ്പോൾ ഈ ആയത്ത് فبأي آلاء ربكما تكذبان, ഹേ രണ്ട് വിഭാഗമേ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഏതാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുക? എന്നായത്ത് ആവർത്തിച്ച് സൂറത്തുർ റഹ്മാനിലുള്ളത്. അത് ഞാൻ ഓതി കൊടുക്കുമ്പോഴെല്ലാം അവരിങ്ങനെ പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്. ഇല്ല ഞങ്ങളുടെ റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിനെ പോലും ഞങ്ങൾ നിഷേധിക്കുകയില്ല. ഫലക്കൽ ഹംദ്, നിനക്കാണെല്ലാം സ്തുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ പ്രതികരണത്തെ പുകഴ്ത്തി പറഞ്ഞു. ഖുർആൻ കേട്ടാൽ പ്രതികരിക്കുന്നവരാണ് അത് ജിന്നുകൾ. പിശാചുക്കൾ അത് കേട്ടാൽ അവർക്ക് പ്രയാസമുണ്ടാകും. കാരണം എന്താ? അതവർ കേൾക്കും. മുഅ്മിനുകൾ അതിനോട് പ്രതികരിക്കും നല്ല നിലയ്ക്ക്. മോശക്കാരായ പിശാചുകൾ അതിനോട് മോശമായി പ്രതികരിക്കും. അതുകൊണ്ടാണ് അത് കേട്ടാൽ ശൈത്താന്മാർക്ക് ഇളക്കം തട്ടുന്നത്, അവർക്ക് വെപ്രാളം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ സൂറത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ
അല്ലമഹുൽ ബയാൻ. അള്ളാഹു അവന്റെ മഹത്തായ പേര് അർ റഹ്മാൻ എന്ന പേര് കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അർ റഹ്മാൻ, റഹ്മാൻ. ആരാണ് അർ റഹ്മാൻ? എല്ലാ റഹ്മത്തും ഉള്ളവൻ എന്നാണ് അവന്റെ അർ റഹ്മാൻ എന്ന പേരിന്റെ അർത്ഥം. അതിന് പരമകാരുണികൻ എന്നൊക്കെ മലയാളത്തിൽ പൊതുവെ അർത്ഥം പറയാറുണ്ട്. മലയാളത്തിലെ അർത്ഥങ്ങൾ പൊതുവെ അതിനോട് അടുപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന്റെ മുഴുവൻ അർത്ഥം പലപ്പോഴും നമുക്ക് മറ്റുള്ള ഭാഷയിൽ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ അതിനോട് അടുത്ത ഒരു വാക്കുകൊണ്ട് അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അർ റഹ്മാൻ, അർ റഹീം, ഈ രണ്ട് പേരുകൾ തമ്മിലുള്ള വ്യത്യാസം, റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. റഹ്മത്ത് എന്ന അവന്റെ വിശേഷണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ റഹ്മത്തുള്ളവനാണ്, അവന്റെ വിശേഷണമാണ് റഹ്മത്ത്. എന്നാൽ റഹീം എന്നത് അള്ളാഹുവിന്റെ അവൻ റഹ്മത്ത് ചൊരിയുക എന്ന പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റഹ്മാൻ എന്നത് അവൻ റഹ്മത്തുള്ളവനാണ്, റഹ്മത്ത് എന്ന സിഫത്ത് വിശേഷണം അവനുണ്ട്. റഹീം എന്നത് അവന്റെ ഫിഅലിനെ, അവന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അഥവാ അവൻ ആ റഹ്മത്ത് അടിമകൾക്ക് കൊടുക്കുന്നവനാണ്. റഹ്മാൻ എന്നാൽ അത് അവനുള്ളതാണ്. ഈ രണ്ട് പേരുകളും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹുവിന്റെ പേരുകൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ആ പേരിന്റെ അർത്ഥം ഒരു നിലക്കും അവനെ കുറിച്ചല്ലാതെ പറയാൻ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് അള്ളാഹു എന്ന പേര് പോലെ, അള്ളാഹു എന്ന പേര് റബ്ബല്ലാത്തവർക്ക് ഒരു നിലക്കും യാതൊരു നിലക്കും ആ പേര് യോജിക്കുകയില്ല. റഹ്മാൻ എന്ന പേരും അങ്ങനെ തന്നെയാണ്. എന്നാൽ വേറെ ചില പേരുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പേര് അവനെയും വിളിച്ചിട്ടുണ്ട്. എന്നാൽ ചില പടപ്പുകളെയും അള്ളാഹു ആ പേര് കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടിന്റെയും അർത്ഥം രണ്ടാണ്. രണ്ടിന്റെയും അർത്ഥം രണ്ടാണ്. അള്ളാഹുവിന്റെ പേര് പോലെയല്ല പടത്തിന്റെ പേര്. ഉദാഹരണത്തിന് അർ റഹീം എന്ന പേര്. റഹീം എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിലാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് റഊഫാണ്. അർ റഊഫ് എന്നത് അള്ളാഹുവിന്റെ പേരാണ്. പക്ഷേ നബിയെ കുറിച്ച് അല്ലെങ്കിൽ പടപ്പുകൾ ആരെങ്കിലും കുറിച്ച് റഊഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ പേര് പോലെയാണ് ഇത് എന്നല്ല. മറിച്ച് അപ്പൊ പടത്തിന് യോജിച്ച അർത്ഥമാണ് അവിടെ. ദയവുള്ള ആൾ. റഹീം എന്നാൽ ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ആൾ. മൊത്തത്തിൽ പടപ്പുകളെ കുറിച്ച് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണല്ലോ. അർറാഹിമൂന, റഹ്മത്ത് ചൊരിയുന്നവർ. റാഹിമൂൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചൊരിയുന്നവർ, റഹ്മത്ത് കാണിക്കുന്ന ആളുകൾ. യർഹമുഹുമുർ റഹ്മാൻ, റഹ്മാൻ അവർക്ക് റഹ്മത്ത് ചൊരിയും. ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്നവരോട് അള്ളാഹു കാരുണ്യം കാണിക്കും. യർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് കാരുണ്യം കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ, മുകളിലുള്ളവൻ അഥവാ അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും. റഹീം എന്ന പേര് പടപ്പുകൾക്ക് വിളിക്കാം, അബ്ദ് ചേർക്കാതെ വിളിക്കാം, തെറ്റില്ല. റഹീം എന്ന് അബ്ദ് ചേർക്കാതെ ഒരാൾക്ക് പേരിട്ടാൽ തെറ്റില്ല. അതുപോലെ തന്നെ അബ്ദ് ചേർക്കാതെ അയാളെ വിളിച്ചാലും തെറ്റില്ല. ഏയ് റഹീം എന്നൊരാൾ വിളിച്ചാൽ തെറ്റില്ല. എന്നാൽ റഹ്മാൻ എന്ന പേര് ഒരാൾക്ക് ഇട്ടിട്ടുണ്ടോ അബ്ദ് ചേർത്തിട്ടല്ലാതെ ഇടാൻ പാടില്ല. അഥവാ അബ്ദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമ എന്നേ പേരിടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അയാളെ അബ്ദുർ റഹ്മാൻ എന്നെ വിളിക്കാനും പാടുള്ളൂ. റഹ്മാനെ എന്ന് വിളിക്കാൻ പാടില്ല. കാരണം റഹ്മാൻ എന്ന പേര് ഒരർത്ഥത്തിലും അള്ളാഹു അല്ലാത്തവർക്ക് യോജിക്കുകയില്ല. റഹ്മാൻ എന്ന പേര് ഒരർത്ഥത്തിലും അള്ളാഹു അല്ലാത്തവർക്ക് യോജിക്കുകയില്ല. അതുകൊണ്ട് അബ്ദുർ റഹ്മാൻ എന്നയാളെ വിളിക്കാൻ പാടുള്ളൂ. അതേസമയം റഹീം എന്ന പേര് അങ്ങനെയല്ല. അത് വിളിക്കപ്പെട്ട ആളെ റഹീം എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല. വേറെ റഊഫ് എന്ന പേര് അങ്ങനെയാണ്. റഊഫ് എന്ന പേര് അങ്ങനെയാണ്. അതുപോലുള്ള പല പേരുകളും ഉണ്ട്. അത് പടപ്പുകൾ ആ പേര് വിളിച്ചാൽ കുഴപ്പമില്ല. അള്ളാഹുവിന് മാത്രം യോജിക്കുന്ന പേരുകളുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിക്കാവൂ. പടപ്പുകൾക്ക് ആ പേര് അബ്ദ് കൂട്ടിയിട്ട് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, ഇടാനും പാടുള്ളൂ. അർ റഹ്മാൻ, റഹ്മാനായ റബ്ബ്. ഖുറൈശികൾ, മുശ്രിക്കുകൾ ഈ പേരിനെ നിഷേധിച്ചിരുന്നതായി നമുക്ക് കാണാം. ഹുദൈബിയ സന്ധി എഴുതുന്ന സമയത്ത് സുഹൈൽ ഇബ്നു അംർ
അദ്ദേഹം പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോൾ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് റഹ്മാനെ അറിയില്ല, ഈ മുൻപ് എഴുതാറുള്ളത് പോലെ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോളൂ, അള്ളാഹു നിന്റെ പേരിൽ എന്ന് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അതിനെ നിഷേധിച്ചവരാണ് മുശ്രിക്കുകൾ. എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ പേരാണ് അർ റഹ്മാൻ. അർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹു അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. നോക്കൂ, ഖുർആൻ പഠിപ്പിച്ചു എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മാൻ എന്ന പേര് പറഞ്ഞതിന്റെ ഉടനെയാണ് പറഞ്ഞത്. കാരണം ഖുർആനോളം വലിയ റഹ്മത്ത് മറ്റേതാണുള്ളത്. ഖുർആനിലൂടെ അള്ളാഹു നയിച്ച നമുക്ക് സന്മാർഗമേകിയ ഈ ദീനിനേക്കാൾ വലിയ റഹ്മത്ത് എന്താണുള്ളത്? ഖുർആനുമായി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിച്ചു എന്നതിനേക്കാൾ വലിയ റഹ്മത്ത് എന്താണുള്ളത്? അപ്പൊ അള്ളാഹു റഹ്മാനാണ്, അവൻ ഖുർആൻ പഠിപ്പിച്ചു. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇമാം ഇബ്നു കസീർ പറയുന്നു, يخبر تعالى عن فضله ورحمته بخلقه. يخبر تعالى عن فضله ورحمته بخلقه. الله അവന്റെ സൃഷ്ടികൾക്ക് ചെയ്ത അനുഗ്രഹവും റഹ്മത്തും ഔദാര്യവും അവൻ അറിയിച്ചു തരുന്നു. അന്നഹു അൻസല അലാ ഇബാദിഹി അൽ ഖുർആൻ. എന്താണ് അവൻ ചെയ്തത്? അവന്റെ അടിമകൾക്ക് അവൻ ഖുർആൻ അവതരിപ്പിച്ചു, അവന്റെ കലാമാകുന്ന ഖുർആൻ. വയസ്തറ ഹിഫ്ളഹു വഫഹ്മഹു അലാ മൻ റഹിമഹു. ശ്രദ്ധിക്കുക, ഇബ്നു കസീർ പറയും വയസ്തറ ഹിഫ്ളഹു വഫഹ്മഹു അലാ മൻ റഹിമഹു. എന്നിട്ട് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അത് ഹിഫ്ളാക്കാൻ, മനഃപ്പാഠമാക്കാൻ, അത് മനസ്സിലാക്കാൻ അവൻ എളുപ്പമാക്കി. ആർക്ക്? അവർ റഹ്മത്ത് ചൊരിഞ്ഞവർക്ക്. എല്ലാവർക്കുമല്ല. ചില ആളുകൾക്ക് ഖുർആൻ കേട്ടാൽ എന്താണ് സംഭവിക്കുക? അല്ലാഹു പറഞ്ഞു, വലയസീദന്ന കസീറൻ മിൻഹും മാ ഉൻസില ഇലൈക മിൻ റബ്ബിക തുഗ്യാനൻ വകുഫറാ. സുബ്ഹാനല്ലാഹ്. വലയസീദന്ന കസീറൻ മിൻഹും മാ ഉൻസില ഇലൈക മിൻ റബ്ബിക തുഗ്യാനൻ വകുഫറാ. അവരിൽ ഒരുപാട് പേർക്ക് അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചത് കൊണ്ട് എന്താണ് വർദ്ധിക്കുക? തുഗ്യാനൻ വകുഫറാ. കുഫറും അവരുടെ നിഷേധവും അവരുടെ തോന്നിവാസവും അവരുടെ ധിക്കാരവുമാണ് കൂടുക. എന്ത് കേൾക്കുന്നതിന്? ഖുർആൻ കേൾക്കുന്നതിന്. എന്തായിരിക്കും അത്? എത്ര വലിയ നിർഭാഗ്യവാന്മാരാണവർ. അള്ളാഹു ഖൽബിൽ ഖുർആൻ കയറരുത്, ഖുർആൻ മനസ്സിലാകാനുള്ള ഭാഗ്യം കൊടുക്കാത്ത ആളുകൾ. ചിലർ ആകട്ടെ അത് പാരായണം ചെയ്യുന്നു, പക്ഷെ അതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല. എത്ര ഹിഫ്ളാദുൽ ഖുർആനാണുള്ളത്. അതിന്റെ ലഫ്ള് മാത്രം ഹിഫ്ളാക്കിയ, ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. എന്നിട്ട് അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു. ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്തുണ്ട്? റബ്ബിന്റെ ഖുർആൻ ഒരു തല മുതൽ അടുത്ത തല വരെ ഹിഫ്ളാക്കുന്നു. ഒന്നല്ല, ഒരുപാട് പേർ. ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ ആരാണ് നടത്തുന്നത്? ആരാണ് അതിന് വെള്ളവും വളവും നൽകുന്നത്? ദുനിയാവിലെ എല്ലാ ഖുറാഫാത്തുകൾക്കും സകല ശിർക്കിനും കുഫറിനുമെല്ലാം തെളിവുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ. അവർ ആരെ പുറത്തിറക്കുന്നു? ഹഫാദുൽ ഖുർആൻ, ഹഫളത്തുൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയവരെ. കുറെ എണ്ണം ഖുർആൻ പഠിച്ചിറങ്ങുന്നു. എന്നിട്ടോ ഖുർആൻ പഠിച്ചവൻ പുറത്തുപോയി ജനങ്ങളോട് പറയുന്നു, യാ മുഹീദ്ദീൻ എന്ന് വിളിക്കാൻ, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്ന് വിളിക്കാൻ. മുഹീദ്ദീൻ ശേഖരെ വിളിച്ച് സഹായം തേടാൻ, അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലെ കൽപ്പനകൾ ഒഴിവാക്കി, അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച്, അള്ളാഹുവിന്റെ വിലക്കിനെ മറികടന്ന് അവൻ ആരെ അനുസരിക്കുന്നു? ദുനിയാവിലെ ചില താഗൂത്തുകളെ, അവന്റെ ഉസ്താദുമാരൊന്നും അതുപോലെ വലിയ വലിയ ശംസുമാരും കമറുമാരും ഒക്കെ അറിയപ്പെടുന്ന ചില ആളുകളെ അവൻ അനുകരിക്കുന്നു. റബ്ബിന്റെ ഖുർആൻ മുഴുവൻ അവൻ പഠിച്ചിട്ടുണ്ടത്രേ, അള്ളാഹുവിന്റെ കൽപ്പന അവൻ കേട്ടിട്ടുണ്ടത്രേ. എന്നിട്ട് അള്ളാഹു അവൻ ഖുർആൻ എന്തിനാണ് അവതരിപ്പിച്ചത് അതിനെ നേരെ തിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്താണ് അവൻ ഈ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത്. അതിന്റെ ആശയത്തിൽ അള്ളാഹു നമ്മെ നിലനിർത്തിയത്. എന്താണ് ഖുർആന്റെ ആകത്തുക? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതാണ്.
അതുപോലെ അന്ത്യദിനത്തിലുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ബാക്കി വിശ്വാസ കാര്യങ്ങൾ, ഇതെല്ലാം ഖുർആനിലെ സുവ്യക്തമായ ആയത്തുകളിലൂടെ ആർക്കും മനസ്സിലാവും. അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുള്ള ഏത് സാധാരണക്കാരനും മനസ്സിലാവും അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അള്ളാഹു അവന്റെ റഹ്മത്താണ് ഖുർആൻ പഠിപ്പിച്ചു എന്ന്. അത് ഹിഫ്ളാക്കാനും മനസ്സിലാക്കാനും അവൻ റഹ്മത്ത് ചൊരിയുന്നവർക്ക് അവൻ തൗഫീഖ് ചെയ്യുന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഖലഖൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. റഹ്മാൻ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഖുർആൻ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. വ്യക്തമായ തെളിവാണ്. ഇതിൽ സൂചനയുണ്ട്. ബുദ്ധിയുള്ളവർക്ക് ഇതിൽ സൂചനയുണ്ട്. ഖുർആൻ അള്ളാന്റെ ഖൽഖല്ല, ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയല്ല. മനുഷ്യനാണ് അള്ളാഹുവിന്റെ സൃഷ്ടി. അള്ളാഹു അല്ലാത്തവരെല്ലാം അവന്റെ സൃഷ്ടികളാണ്. എന്നാൽ അവന്റെ സിഫത്തുകൾ അതിനെ സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അവന്റെ സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. കലാം അവന്റെ വിശേഷണമാണ്. അതിൽപ്പെട്ടതാണ് ഖുർആൻ. അതിൽപ്പെട്ടതാണ് ഖുർആൻ. അള്ളാഹുവിന്റെ സംസ്കാരമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല ഖുർആൻ. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ, അത് അള്ളാഹുവിന്റെ പടപ്പുകളല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ആരെങ്കിലും ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി പോയിരിക്കുന്നു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖൽഖുൽ ഖുർആൻ എന്ന വിഷയത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ട മഹാനാണ് ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്. അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളിൽ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖാണ് എന്ന പിഴച്ച ബിദ്അത്തിന്റെ വാദം അക്കാലത്ത് അദ്ദേഹത്തിന്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ടു. മുഅ്തസില അവർ അതിന്റെ ആളുകളാണ്. അവർ അന്നത്തെ ഭരണാധികാരിയെ ഹാറൂൻ അർ-റഷീദിന്റെ മകൻ അമീനിന്റെ സഹോദരൻ മഅ്മൂനിനെ സ്വാധീനിച്ചു. അയാൾ പിന്നെ ഈ വാദം പറയാൻ തുടങ്ങി. മാത്രമല്ല അത് ഔദ്യോഗിക വാദമായി മാറി. അതിനെതിരിൽ പറയുന്നവരെ പീഡിപ്പിക്കാനും കൊല്ലാനും ഒരുങ്ങി. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ കൊല്ലപ്പെടുമെന്നായിട്ടും ഉറച്ചു നിന്നു, മാറ്റി പറഞ്ഞില്ല. സാധാരണ ഒരാൾ താൻ കൊല്ലപ്പെടുമെന്ന് കണ്ടാൽ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണമെങ്കിൽ അയാൾക്ക് വിശ്വസിക്കുന്നതിനെതിരിൽ നാവുകൊണ്ട് പറയാം. പക്ഷെ ഇമാം അഹ്മദ് പറഞ്ഞില്ല, കൊല്ലപ്പെടുമെന്നായിട്ടും. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും അനുവദനീയമല്ല, എല്ലാവർക്കും അത് അനുവദനീയമല്ല. ചില ആളുകളുണ്ട്, അവരെ ജനങ്ങൾ ഒന്നാകെ അവരെ നോക്കുകയാണ്. അവരെന്താണ് പറയുന്നത് എന്ന് ജനങ്ങൾ ഒന്നാകെ നോക്കുന്ന ചില ആളുകളുണ്ട്. അവർ ചില സമയത്ത് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും ഹക്ക് പറയേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ജനങ്ങൾ ഒന്നാകെ വഴിതെറ്റും. ഇമാം അഹ്മദ് ആ പദവിയിലാണ്. ഇമാം അഹ്മദിനെ ജനങ്ങൾ ഒന്നാകെ നോക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് കൊല്ലപ്പെടുമെന്നായിട്ടും അതിൽ ഉറച്ചു. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടില്ല. കൊല്ലപ്പെടുമെന്നായിട്ടും അദ്ദേഹം ഉറച്ചു നിന്നു. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം സാധാരണ പോലെ മരണപ്പെടുകയാണ് ഉണ്ടായത് റഹിമഹുല്ലാഹ്. മറിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ഒരുങ്ങിയെന്ന് തോന്നിക്കുമാറ് അവസ്ഥയുണ്ടായി. ഖലീഫ മഅ്മൂനിന്റെ തൊട്ടടുത്ത വാസസ്ഥലത്തിന് തൊട്ടടുത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. നാളെ പുലർച്ചെ അദ്ദേഹത്തെ കൊല്ലും എന്ന സ്ഥിതി വന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അന്ന് പ്രാർത്ഥിച്ചു എന്നാണ്, ഈ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. പിറ്റേന്ന് നേരം വെളുക്കുന്നതിന് മുൻപ് ഖലീഫ മഅ്മൂൻ, 50 വയസ്സ് പോലും തികയാത്ത ഖലീഫ മഅ്മൂൻ മരണപ്പെട്ടു. ആൾ മരണപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഖലീഫയായി. അയാളും ഇതേ ആശയക്കാരനായിരുന്നു. എന്നാൽ അയാളുടെ മകൻ വന്നു. അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹം ഇതിന്റെ പേരിൽ ജനങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു. അദ്ദേഹം അത് ചെയ്തില്ല. അങ്ങനെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആ കുറച്ച നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഈ ബിദ്അത്തിന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു സ്ഥാനവും ഇല്ലാതായി. ഇമാം അഹ്മദിന്റെ മഹത്തായ മൗഖിഫാണത്. ചില ആളുകൾ അങ്ങനെയാണ്, അള്ളാഹുവിന് വേണ്ടി
കടുത്ത ത്യാഗങ്ങൾ ചിലർ സഹിച്ചാൽ അതിന്റെ ഫലമായി ആ ബിദ്അത്ത് നാട്ടിൽ നിന്ന് നീങ്ങിപ്പോകും. ഇപ്പോ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ കാണാൻ സാധിക്കും. ഹദീസ് നിഷേധം, അതുപോലെ ബുദ്ധിക്കെതിരായ ഹദീസുകളെ തള്ളിക്കളയുക പോലെയുള്ള പ്രവണത ഒരുപാട് പേരുടെ മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരിമാറ്റാൻ നമ്മുടെ ഉസ്താദ് റഹിമഹുല്ലാഹ് അദ്ദേഹം കാരണമായിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ആഖിറം എല്ലാ രൂപത്തിലും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇതുപോലെ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആ ബിദ്അത്തിനെതിരിൽ ഉറച്ചു നിന്നു. പിന്നീട് അത് ആ ബിദ്അത്തിനെ കുറിച്ച് പറയപ്പെടാതെയായി. അതിന്റെ ആളുകളാണെന്ന് പറയാൻ ഒരാളും ധൈര്യപ്പെടാത്ത രൂപത്തിൽ അവസ്ഥയുണ്ടായി. വളരെ അങ്ങേയറ്റം പിഴച്ച ചില ആളുകൾക്കല്ലാതെ ആ വാദമില്ല. ഇന്നത്തെ കാലത്ത് അബാദികൾ ഇബാദികൾ എന്നൊക്കെ പറയപ്പെടുന്ന ആ പിഴച്ച വിഭാഗത്തിനൊഴികെ അങ്ങനെയുള്ള വളരെ ന്യൂനപക്ഷമായ ഒറ്റപ്പെട്ട വിഭാഗങ്ങൾക്കൊഴികെ ആർക്കും ആ വാദം പൊതുവെ പറയപ്പെടാറില്ല. വളരെ കുറ്റിയച്ചുപോയ രൂപത്തിൽ ആ ബിദ്അത്ത് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പൊതുവെ നീങ്ങിപ്പോവുകയുണ്ടായി. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. അല്ലാഹു പറഞ്ഞു അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റഹ്മാൻ, റഹ്മാനായ അല്ലാഹു അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അല്ലമഹു അവനെ പഠിപ്പിച്ചു. അൽ ബയാൻ, ബയാൻ എന്താണ്? നുത്ഖ് എന്നാൽ സംസാരം. അല്ലാഹു മനുഷ്യനെ പഠിപ്പിച്ചു. മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റുള്ള ഒരുപാട് ജീവികളിൽ നിന്ന്, അവന്റെ പടപ്പുകളിൽ നിന്ന് സവിശേഷത അല്ലാഹു മനുഷ്യന് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീല. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നാം അവനെ വാഹനപ്പുറത്ത് സഞ്ചരിപ്പിച്ചിരിക്കുന്നു. വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണ് ആര്? മനുഷ്യൻ. ബാക്കി ജീവികളെ നാം അത് കാണുകയില്ല. വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത്, ത്വയ്യിബാത്തിൽ നിന്ന്, വിശിഷ്ടമായതിൽ നിന്ന് നാം അവന് റിസ്ക് നൽകി, ഉപജീവനം നൽകി. ഫദ്ദൽനാഹും, നാം അവന് ശ്രേഷ്ഠത നൽകി. അലാ കസീരിൻ മിമ്മൻ ഖലഖനാ, നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ തഫ്ദീല, ശ്രേഷ്ഠത നാം മനുഷ്യന് നൽകുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് മനുഷ്യന് അള്ളാഹു നുത്ഖിന്, ബയാനിന് കഴിവ് നൽകിയത്. അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്താണ് അവൻ മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിച്ചു. അല്ലമഹു, അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു. അൽ ബയാൻ, ബയാൻ പഠിപ്പിച്ചു, സംസാരം പഠിപ്പിച്ചു. ഈ സംസാരം മുഖേനയാണ് മനുഷ്യൻ ഖുർആൻ പഠിച്ചത്. ഖുർആൻ ഓതാൻ അവൻ സാധിക്കുന്നത് ഈ ബയാൻ അള്ളാഹു പഠിപ്പിച്ചതുകൊണ്ടാണ്, നുത്ഖ് റബ്ബ് പഠിപ്പിച്ചതുകൊണ്ടാണ്. الرحمن علم القرآن خلق الإنسان علمه البيان. റഹ്മാനായ അള്ളാഹു അവൻ ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ബയാൻ പഠിപ്പിച്ചു. ബയാൻ പഠിപ്പിച്ചതുകൊണ്ട് മനുഷ്യന് സംസാരിക്കാനായി അവന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിച്ചു. നമ്മുടെ സംസാരങ്ങളിൽ ഏറ്റവും നല്ല സംസാരം ഏതാണ്? അള്ളാഹുവിന്റെ കലാമാണ്. വഖൈറുൽ കലാമി കലാമുല്ലാഹ്, വഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല സംസാരം അള്ളാഹുവിന്റെ സംസാരമാണ്. നാം അള്ളാഹുവിന്റെ സംസാരം അത് ഓതലാണ് ഏറ്റവും നല്ല സംസാരം. അത് അള്ളാഹുവിന്റെ സംസാരമാണ്. കാരണം അത് അള്ളാഹുവിന്റെ കലാമാണ്. وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله ثم أبلغه مأمنا. നബിയെ, മുശ്രിക്കുകളിൽ വല്ലവരും താങ്കളോട് അഭയം തേടി വന്നാൽ താങ്കൾ അവർക്ക് അഭയം കൊടുക്കുക. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ കലാം കേൾക്കട്ടെ, അള്ളാഹുവിന്റെ സംസാരം അവൻ കേൾക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അവനെ നിർഭയമായ ഒരു സ്ഥലത്ത് എത്തിക്കുക. എന്തിന്? അവന് പഠിക്കാൻ, മനസ്സിലാക്കാൻ. കാരണം ഖുർആൻ കേട്ടാൽ ആളുകളുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ സൂറത്ത് തൗബയിൽ ആയത്തിൽ അള്ളാഹു ഖുർആനിനെ എന്ത് വിളിച്ചു? കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ
അവരെ കുറിച്ചുള്ള ദുരാരോപണം ഉണ്ടായപ്പോൾ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അള്ളാഹു സംസാരിച്ച് അത് ദൂരീകരിച്ചു, അതില്ലാതെയായി. ആ ആക്ഷേപത്തെ അള്ളാഹു നീക്കി 7 ആകാശങ്ങൾക്ക് മുകളിൽ വെച്ച് അള്ളാഹു പറഞ്ഞു നമ്മുടെ ഉമ്മ പരിശുദ്ധയാണ് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? കുൻതു അഹ്ഖറ ഫീ നഫ്സി മിൻ അൻ യതകല്ലമ അല്ലാഹു ഫിയ. അള്ളാഹു എന്നെ കുറിച്ച് സംസാരിക്കുക എന്നതിൽ നിന്ന് ഞാൻ എത്രയോ എന്നെ നിസാരയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അള്ളാഹു റബ്ബ് എന്നെ കുറിച്ച് സംസാരിക്കുക എന്ന് ഞാൻ ഒരിക്കലും എന്നെ കുറിച്ച് കരുതിയിട്ടില്ല. ഞാൻ അതിനേക്കാൾ എന്റെ മനസ്സിൽ ഞാൻ എത്രയോ നിസാരയായിരുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം എന്ന കിതാബിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്വലാത്തും സലാമും അതിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിനെ നബിയുടെ കുടുംബത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉമ്മമാരെ കുറിച്ച് അവരുടെ ഒരു ചെറിയ വിശദീകരണം ഇബ്നുൽ ഖയ്യിം നൽകുകയുണ്ടായി. ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി വസ്സലാമി അലാ ഖൈറിൽ അനാം എന്ന കിതാബിൽ അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവരുടെ ശ്രേഷ്ഠതയായ ഇബ്നുൽ ഖയ്യിം ഇതെടുത്ത് പറഞ്ഞത് കാണാം. കാരണം ഈ ഉമ്മത്തിലെ ഏറ്റവും ഇൽമുള്ള സ്ത്രീ അവരാരാണ്? നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം ദഹബി പറഞ്ഞിട്ടുണ്ട് അവരെക്കാൾ മുത്ലഖൻ ഈ ഉമ്മത്തിൽ അവരെക്കാൾ ഇൽമുള്ള ഒരാളില്ല എന്ന്. അങ്ങനെയുള്ള നമ്മുടെ ഉമ്മയാണ് പറയുന്നത് കുൻതു അഹ്ഖറ ഫീ നഫ്സി, എന്റെ മനസ്സിൽ ഞാൻ എന്തായിരുന്നു? അഹ്ഖർ, അങ്ങേറ്റം നിസാരയായിരുന്നു. സ്വന്തം മനസ്സിൽ നിസാരയായി കാണുക, അതാണ് അവരുടെ വിനയം. അവരുടെ വിനയം എന്നാൽ മഹത്വത്തോടൊപ്പം കമാലിനോടൊപ്പമുള്ള തവാദുആണ്. മഹത്വം ഉണ്ടായിരിക്കെ അവർ വിനയാന്വിതരായിരുന്നു. നമ്മിൽ പലരും നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ പലരും ഹവാനും മാറ്ററപ്പോ, അതാണ് നമ്മുടെ പലരുടെയും സ്ഥിതി. നമ്മൾ തീരെ നിലവാരമില്ലാത്തവരാണ്. അതോടൊപ്പം തറഫു ആണ് നമ്മുടെ മനസ്സിലുള്ളത്, അർഹ്യമാണെന്നാണ്. നമ്മുടെ മുൻഗാമികൾ അവർ കമാലിനോടൊപ്പം തവാദു ഉണ്ടായവരാണ്. പൂർണ്ണതയോടൊപ്പം ഏറെ നന്മകളോടൊപ്പം വിനയമുള്ളവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഉമ്മത്തിനോട് പറഞ്ഞു, ഉല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. ഉല്ലീതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ അധികാരമേറ്റിരിക്കുന്നു, അധികാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, നിങ്ങളിലെ നല്ല ആളൊന്നുമല്ല ഞാൻ എന്നാണ് ആര് പറയുന്നത്? സിദ്ദീഖുൽ ഉമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണസമയത്ത് മജൂസി അബൂ ലുഅ്ലുഅ ഉമറിനെ കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. അദ്ദേഹം ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് തഫ്സീർ താരീഖിലെ കിതാബുകളിൽ കാണാം. അദ്ദേഹത്തിന്റെ വലിയ മാരകമായ കുത്തേറ്റ്, എത്രത്തോളം അദ്ദേഹം വെള്ളം കുടിച്ചാൽ വയറ്റിലെ മുറിവിലൂടെ അത് പുറത്തേക്ക് വരും. അദ്ദേഹത്തിന് പാല് കൊടുക്കും, അതിലൂടെ പുറത്തു വരും. ഇങ്ങനെ മാരകമായി കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരൻ കാണാൻ വന്നു. എന്നിട്ട് അദ്ദേഹം ഉമറിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സാഹിബായിരുന്നു, നബിയുടെ കൂടെ കഴിഞ്ഞ ആളാണ്, നബിയുടെ കൂടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ താങ്കൾ ഖിലാഫത്ത് ഏറ്റെടുത്തു, അപ്പോഴും താങ്കൾ നീതി പാലിച്ചു. ഉമർ പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എന്ത്? എനിക്ക് ലാ ലീ വലാ അലൈ, ലാ ലീ വലാ അലൈ, എനിക്ക് എതിരായി ഒന്നും വരാതിരിക്കുക, എനിക്ക് അനുകൂലമായി ഒന്നും വന്നില്ലെങ്കിലും എന്ന് പറഞ്ഞാൽ എനിക്ക് കുറ്റവുമില്ല, കുറെ നന്മകളൊന്നുമില്ലെങ്കിലും എനിക്ക് കുറ്റവുമില്ല എന്ന അവസ്ഥയിൽ അള്ളാഹു എന്നെ ആക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ഈ വന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോ ഉമർ കാണുകയാണ്, ഈ സമയത്ത് കാണുകയാണ്, സഹീഹ് ബുഖാരിയിൽ കാണാം, അയാൾ നെയ്യാനിക്ക് താഴെ അയാളുടെ വസ്ത്രം പോയത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉമർ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, അയാളിങ്ങോട്ട് വിളിക്കൂ, എന്നിട്ട് പറഞ്ഞു, യബ്ന അഖി, ഓന്റെ സഹോദര പുത്ര. അത് പ്രായമുള്ളവർ ചെറുപ്പക്കാരെ വിളിക്കുന്ന വിളിയാണ്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പോയ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിപ്പിച്ച് പറഞ്ഞു, ഇബ്ന അഖി ഇർഫഅ തൗബക ഫഇന്നഹു അത്ഖാ ലറബ്ബിക വഅത്ഖാ ലതൗബിക. ഇബ്ന അഖി ഇർഫഅ തൗബക, നിന്റെ വസ്ത്രം ഉയർത്തുക. ഫഇന്നഹു അത്ഖാ ലതൗബിക, നിന്റെ കുപ്പായം മോശമാകാതെ നിലനിൽക്കാനും വഅത്ഖാ ലറബ്ബിക, നിന്റെ റബ്ബിനെ സൂക്ഷിക്കാനും അതാണ് നല്ലത്. രണ്ട് മഹത്തായ ഫായിദ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഈ മരണ ചെയ്യയിൽ പോലും അൽഅംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് അദ്ദേഹം ഒഴിവാക്കിയില്ല. മാത്രമല്ല, ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ നിസാരമായ വിഷയമായി ദീനിന്റെ ആ വിഷയത്തെ അദ്ദേഹം കണ്ടതുമില്ല. ചില ആളുകൾ പറയാറുണ്ട്, ചില ആളുകൾ അവർ പറയും ദീൻ എന്നാൽ അതൊരു പഴം പോലെയാണ്, അതിന് ഉൾക്കാമ്പുണ്ട്, അതിന് തൊലിയുമുണ്ട്. നിങ്ങൾ ഈ തൊലിപ്പുറത്തുള്ള കാര്യങ്ങൾ തൊലിയുടെ കാര്യത്തിൽ തർക്കിക്കരുത് എന്ന് തികച്ചും തെറ്റായ വൃത്തികെട്ട വാദമാണ്. കാരണം ദീനിൽ തൊലി വേറെ ഉൾക്കാമ്പ് വേറെയില്ല. ദീൻ മുഴുവൻ ഉൾക്കാമ്പാണ്. ദീൻ മുഴുവൻ ഉൾക്കാമ്പ് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമുണ്ട് എന്നത് ശരി. ദീനിൽ ചില കാര്യങ്ങൾക്ക് ചിലതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ദീനിൽ ഒന്നുപോലും എന്തല്ല, നിസാരമല്ല, ഒന്നുപോലും വെറും തൊലിയല്ല, മറിച്ച് എല്ലാം ഉൾക്കാമ്പ് തന്നെയാണ്. അതാണ് ഉമറിന്റെ വാക്ക്, യബ്ന അഖി ഇർഫഅ തൗബക ഫഇന്നഹു അത്ഖാ ലതൗബിക വഅത്ഖാ ലറബ്ബിക. നിന്റെ കുപ്പായം കേടാവാതെ നിലനിൽക്കാനും റബ്ബിനെ സൂക്ഷിക്കാനും അതാണ് നല്ലത്. കാരണം ഒന്ന് ദുനിയാവിലൊരു ഫായിദയാണ്, ദുനിയാവിൽ കിട്ടുന്ന ഒരു പ്രയോജനമാണ് വസ്ത്രം കേടാവാതെ നിൽക്കുമെന്നത്. രണ്ടാമത്തേത് ദുനിയാവിലെയും ആഖിറത്തിലെയും ഫായിദയാണ് തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത്. അതിലാണ് എല്ലാ ഖൈറുമുള്ളത്, എല്ലാ നന്മയും അതിലാണുള്ളത്. പറഞ്ഞു വന്നത് നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ വിനയമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹു എന്നെ കുറിച്ച് സംസാരിക്കുക എന്നതിനേക്കാൾ ഞാൻ എത്രയോ എന്റെ മനസ്സിൽ നിസാരയായി. നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ നിസാരരായിരിക്കണം. നമ്മുടെ മനസ്സിൽ നാം നമ്മളെ നിസാരരായി മാത്രമേ കാണാവൂ. എഴുജുബ്, നമ്മൾ വലിയ ആളുകളാണ്, നമ്മൾ വലിയ മേന്മയുള്ളവരാണെന്ന് നമുക്ക് തോന്നാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തവാദു, വിനയം നമുക്ക് നൽകുമാറാകട്ടെ. കിബ്റിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലമഹുൽ ബയാൻ, അല്ലാഹു മനുഷ്യനെ ബയാൻ പഠിപ്പിച്ചു, സംസാരം റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, അശ്ശംസു സൂര്യനും വൽ ഖമറു ചന്ദ്രനും ബിഹുസ്ബാൻ, ഒരു കണക്കനുസരിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതനുസരിച്ചേ അത് ഉദിക്കുകയും അസ്തമിക്കുകയുമുള്ളൂ. അതിന് റബ്ബിന്റെ ശരിയായ കണക്കുണ്ട്. ഒന്ന് പോയാൽ അടുത്തത് വരും. അതിൽ യാതൊരു ഏറ്റക്കുറച്ചിലും കൂട്ടിമുട്ടലും ഉണ്ടാകുന്നില്ല. ഒന്ന് പോയാൽ അടുത്തത് വരും. മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഇതില്ലായിരുന്നുവെങ്കിൽ, രാവും പകലും ഇല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ നാം കണക്ക് കൂട്ടും? എന്ത് കണക്കാണ് എന്റെ ജീവിതത്തിലുള്ളത്? പിന്നെ എന്ത് കണക്കാണ് ജീവിതത്തിലുള്ളത്? അത് ഇത്ര കാലം മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തു, ഇനി ഇത്ര കാലം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എവിടെ? രാവും പകലുമില്ലെങ്കിൽ, സൂര്യൻ അസ്തമിക്കുന്നില്ലെങ്കിൽ, അത് ഉദിക്കുന്നില്ലെങ്കിൽ, ചന്ദ്രനില്ലെങ്കിൽ, അള്ളാഹു ഇത് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നുമില്ല. അള്ളാഹുവിന്റെ മഹത്തായ അവന്റെ നിഅമത്താണിത്. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ്. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ്. എന്നാൽ സഹോദരങ്ങൾ, ഈ ആയത്ത് ഓതിയ ചില ആളുകൾ മാസപ്പിറവി പോലെയുള്ള വിഷയങ്ങൾക്ക് കണക്ക് അവലംബിക്കണം എന്ന് പറയാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കാഴ്ചയെ അവലംബിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് യാസീനിന്റെ തഫ്സീറിൽ നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്, കൂടുതൽ സമയമെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിയിലൂടെ നമ്മളോട് കൽപ്പിച്ചത് നോക്കാനാണ്, ചന്ദ്രപ്പിറവി നോക്കാൻ ആണ് കൽപ്പിച്ചിട്ടുള്ളത്. കണക്ക് നമ്മോട് കൽപ്പിച്ചിട്ടില്ല. കാരണം കണക്ക് വന്യാണ്, ഖഫായിയല്ല. ചില ആളുകൾ പറയുന്നത് ഖണ്ഡിതമാണ്, തെറ്റുകയില്ല, കണക്ക് തെറ്റൂല, നോക്കണോനെ തെറ്റു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അതിനവലംബിക്കാൻ
ജനങ്ങളെ പ്രേരിപ്പിക്കാറുണ്ട്. അത് തീർത്തും തെറ്റാണ്. മറിച്ച് അതിൽ കാഴ്ച മാത്രമാണ് അവലംബം. അപ്പൊ നിങ്ങൾ നിസ്കാര സമയം എപ്പോഴും പോയി നോക്കുന്നില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. നിസ്കാരത്തിനെ നോക്കാൻ ഉപവാസം പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉച്ചയിലെത്തിയാൽ അതോട് നിന്ന് തെറ്റിയാൽ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോടമായാൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായാൽ മതി, ആകുന്ന സമയം അറിഞ്ഞാൽ മതി, അത് നോക്കണമെന്നില്ല. എന്നാൽ സഹോദരങ്ങൾ, അതിൽ പോലും എല്ലാ കണക്കും എപ്പോഴും ഖണ്ഡിതമാണ് എന്ന് നമ്മൾ ആരും വാദിക്കുന്നില്ല. അതുകൊണ്ടാണ് പല കേന്ദ്രങ്ങൾ, പല ഒബ്സർവേറ്ററികൾ പുറത്തിറക്കുന്ന കണക്കുകളിൽ വ്യത്യാസം വരുന്നത് അങ്ങോട്ടിങ്ങോട്ടും. കാരണം അത് വന്യാണ്, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയാകാം, തെറ്റാകാം, ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ അതിനെ കണക്കനുസരിച്ച് കണക്ക് പ്രകാരം കാണുകയില്ല എന്ന് പറഞ്ഞ് സ്വീകരിക്കാതിരിക്കാൻ പൊതുവെ പാടില്ലാത്തതാണ്. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന ആയത്തിന്റെ തഫ്സീർ ഒരിക്കലും എന്തല്ല, ഈ അർത്ഥത്തിൽ മുൻഗാമികൾ ആരും വിശദീകരിച്ചിട്ടില്ല. റമദാനിന്റെ ശവ്വാലിന്റെ ഒക്കെ മാസപ്പിറവി കാണാൻ കണക്കിനെ ഒരാൾ അവലംബിക്കണം, ഗോളശാസ്ത്ര കണക്കുകൾ, അല്ലാതെ കാഴ്ചയല്ല എന്ന് ഒരാളും അഹ്ലുസുന്നത്തിന്റെ ഒരു ആലിമും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അത് ബിദ്അത്താണെന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അടക്കമുള്ളവർ അത് ബിദ്അത്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതാണ്. കണക്ക് നിന്നടി തുടങ്ങിയതല്ല, അത് മുമ്പേ ഉള്ള സംഗതിയാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്താണിത് വരുന്നതും പോകുന്നതും ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു പറഞ്ഞു, ലശംസു യംബഗി ലഹാ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ലശംസു യംബഗി ലഹാ, ചന്ദ്രന് സാധിക്കുകയില്ല, അതിന് യോജിച്ചതല്ല, അൻ തുദ്രിക്കൽ ഖമർ, ഖമറിനെ പ്രാപിക്കാൻ. സൂര്യനെ യോജിച്ചതല്ല ചന്ദ്രനെ പ്രാപിക്കാൻ. മറിച്ച് ഒന്ന് പോയാലാണ് അടുത്തത് വരിക. അത് ഒന്നിന്റെ സമയം പകലാണ്, മറ്റേതിൻ്റെത് രാത്രിയാണ്. ഒന്ന് രാവുമായി ബന്ധപ്പെട്ടതാണ്, ഒന്ന് പകലുമായി ബന്ധപ്പെട്ടത്. വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെ മറികടക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രാത്രി കഴിഞ്ഞാൽ അടുത്ത പകൽ വന്നിട്ടേ പിന്നെ രാത്രി വരുള്ളൂ. ഈ രാത്രി കഴിഞ്ഞാൽ പകൽ വരുന്നതിന് മുമ്പ് അടുത്ത രാത്രി വരിക, പകലിനെ മറികടന്നിട്ട് വരികയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹു ഉദ്ദേശിച്ച അതിന്റെ ഫലക്കിലൂടെ, അതിന്റെ മനാസിലുകളിലൂടെ അത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു. അതുപോലെ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു, ഫാലിഖുൽ ഇസ്ബാഹ്, പകലിനെ കൊണ്ടുവരുന്നവനാണ് അവൻ. വജഅലൽ ലൈല സകന, രാത്രി അവൻ സമാധാനപൂർവ്വം താമസിക്കാനുള്ള സമയമാക്കി. വശംസ വൽ ഖമറ ഹുസ്ബാന, സൂര്യനെയും ചന്ദ്രനെയും അവൻ കണക്ക് ഹുസ്ബാനാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് നാം കണക്കറിയുന്നത്, ദിവസങ്ങൾ കണക്ക് കൂട്ടുന്നത്. ذلك تقدير العزيز العليم, എല്ലാം അറിയുന്നവനും എല്ലാ പ്രതാപമുള്ളവനുമായ അള്ളാഹുവിന്റെ തഖ്ദീറാണ്, അവന്റെ കണക്കാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകുകയും അവന്റെ ദീനിൽ നമുക്ക് വിജ്ഞാനം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.